നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യെശയ്യാ പ്രവചനം 40 അധ്യായം 7, 8 തിരുലിഖിതങ്ങൾ. കർത്താവിൻ്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരിയുകയും പുഷ്പം വാടിപ്പോവുകയും ചെയ്യുന്നു. മനുഷ്യൻ പുല്ല് മാത്രം. പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിലെ എല്ലാവരെയും ഇപ്പോൾ ഒരുമിച്ച് കൂട്ടുക. ഇതാ ദൈവം തൻ്റെ വിശുദ്ധ വചനങ്ങളാൽ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ പോവുകയാണ്. അവ വചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് വിശുദ്ധ ശ്ലീഹായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. വചനം വിശുദ്ധീകരിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. വംശത്തെ വിശുദ്ധീകരിക്കുന്നു, തലമുറകളെ വിശുദ്ധീകരിക്കുന്നു, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്നു, വസ്തുപദാർത്ഥങ്ങളെ വിശുദ്ധീകരിക്കുന്നു, സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്നു. കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെ ഒരുമിച്ച് കൂട്ടുക. വചനത്താൽ, തൻ്റെ പരിശുദ്ധ വചനങ്ങളാൽ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ കർത്താവ് ആഗതമാകുന്ന സമയമാണിത്. ഈ സമയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ച് പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എൻ്റെ പേര് ബേബിച്ചൻ എന്നാണ്. തങ്കമണി ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 10 വർഷത്തോളമായിട്ട് ശ്വാസം മുട്ടലുണ്ടാകുമായിരുന്നു. എവിടെയെങ്കിലും ഡോക്ടറെ കാണും, കുറച്ച് ഗുളികകളും സിറപ്പും ഒക്കെ വാങ്ങിച്ച് കഴിക്കും. തൽക്കാലത്തേക്ക് അങ്ങനെ കുറയും. പിന്നീട് വീണ്ടും ശക്തമായ ശ്വാസം മുട്ടലിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസവും ഇതുപോലെ ശ്വാസം മുട്ടലുണ്ടായി. ഞാൻ ആശുപത്രിയിൽ പോയി കുറച്ച് മരുന്നും ഗുളികളൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. 1 വർഷക്കാലമായിട്ട് ബഹുമാനപ്പെട്ട സേഖാൻ അച്ഛൻ്റെ TV പ്രോഗ്രാമിൽ ശാലോമിൽ അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുമായിരുന്നു, ഞാനും എൻ്റെ ഭാര്യയും. അങ്ങനെ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച ഈ അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പട്ടായിലച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ രോഗികളായിരിക്കുന്നവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കട്ടെ, ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുമെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു. ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു TV. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരാധനയുടെ സമയമായി. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ഉയർത്തുന്ന സമയം ഞാൻ ഇരുന്നിടത്തുനിന്നും തറയിൽ മുട്ടുകുത്തി ഈ TV സ്ക്രീനിൽ പരിശുദ്ധ കുർബാനയിൽ തൊട്ടു. ആ നിമിഷം എൻ്റെ വലത് തോളിൽ ആരോ ശക്തമായി തലോടുന്നൊരനുഭവം ഉണ്ടായി. എൻ്റെ ഭാര്യ അടുത്തിരിപ്പുണ്ടായിരുന്നെങ്കിലും അവൾ എൻ്റെ ദേഹത്തോട്ടോന്നറിയാൻ ഞാൻ തിരിഞ്ഞു നോക്കി. പക്ഷേ എൻ്റെ ദേഹത്ത് അവൾ സ്പർശിച്ചിട്ടില്ല, അവൾ മാറിയാണ് നിന്നിരുന്നത്. എന്തായാലും അന്ന് മുതൽ ഞാൻ സുഖമായി കിടന്നുറങ്ങി. പിന്നീട് ഇന്ന് വരെ ശ്വാസം മുട്ടലിൻ്റെ ഒരു അനുഭവം പോലും എനിക്കൊന്നുണ്ടായിട്ടില്ല. ഇന്ന് ഞാൻ പരിപൂർണമായി കഴുകി കളഞ്ഞ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനപ്രഘോഷണം നടക്കുമ്പോൾ യേശു ആ സമൂഹത്തിലുണ്ട്. അതൊരു വീട്ടിൽ ഇരുന്ന് കേട്ടാലും അവിടെ യേശു ആ സമൂഹത്തിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ വചനം പ്രഘോഷിക്കുന്ന വൈദികൻ ആ പൗരോഹിത്യത്തിൻ്റെ ആ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പറയുകയാണ്, നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ അപ്പോൾ അവിടെ ദൈവം ഒരു അത്ഭുതം അങ്ങോട്ട് ചെയ്തു കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തേണ്ട സമയമാണിത്. ഈ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവ് കുടുംബത്തെ തൻ്റെ അത്ഭുതകരമായ ചൈതന്യം കൊണ്ട് നിറയ്ക്കും. ഒരുപാട് തിന്മകൾ വിട്ടുപോകും. ഈ സമയത്ത് ശാസിച്ച് ബഹിഷ്കരിക്കുന്ന ഒരു പ്രാർത്ഥന ശുശ്രൂഷയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുമ്പോൾ തിന്മകൾ വിട്ടുപോകും എന്ന് വിശ്വസിക്കണം. ഓരോ കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാവരും അച്ഛൻ പറയുന്ന ഈ പ്രാർത്ഥനയോട് ചേർന്ന് ഏറ്റുചൊല്ലി ഉറക്കെ പ്രാർത്ഥിക്കണം. വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ മടി കാണിക്കുകയും നാണം വിചാരിക്കുകയും ചെയ്യരുത്. മക്കളും പ്രാർത്ഥിക്കണം, മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കണം, കുടുംബം ഒന്നിച്ച്
ആരെങ്കിലും ദൂരെ അങ്ങനെ വേറിട്ട് പിണങ്ങിയോ ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടായ്മയിലേക്ക് വരിക. ഇത് കർത്താവ് സന്നിഹിതമാകുന്ന സമയമല്ലേ. പിണക്കമെല്ലാം വിട്ടുകള, ഒരുമിച്ച് കൂടുക. ഇങ്ങനെ പ്രാർത്ഥിക്കാം. രക്ഷിതാവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, ഇപ്പോൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പരിശുദ്ധാത്മ അഭിഷേകങ്ങളും ഈ സമൂഹത്തിൽ സംഭവിക്കട്ടെ. യേശുവേ, യേശുവേ, കുടുംബത്തിൽ ഞെരുക്കം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ ഇപ്പോൾ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാര ശക്തികൾ യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, ഇപ്പോൾ ഇടപെടണമേ. എല്ലാ ക്ഷീണങ്ങളെ ശാസിക്കുന്ന കർത്താവേ, എല്ലാ രോഗങ്ങളെ ശാസിക്കുന്നു. എല്ലാ പൈശാചിക പീഡകളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. മാറാ രോഗങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. കുടുംബ വഴക്കുകൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. വൈരാഗ്യങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. വചനം കേൾക്കുമ്പോൾ എതിർപ്പ് തോന്നുന്ന അവസ്ഥ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഹൃദയം അടഞ്ഞിരിക്കുന്ന പ്രകൃതം യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. തുറവിയില്ലാത്ത പ്രകൃതങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. അനുസരണക്കേട് യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. വഷള സ്വഭാവം യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. താന്തോന്നിത്തം യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. മൂഢ സ്വഭാവങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കൃപ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ കൃപ നിറയ്ക്കണമേ. അഭിഷേകം നിറയ്ക്കണമേ. സമാധാനം നിറയ്ക്കണമേ. സന്തോഷം നിറയ്ക്കണമേ. സ്നേഹം നിറയ്ക്കണമേ. വിശുദ്ധി നിറയ്ക്കണമേ. ഉണർവ് നിറയ്ക്കണമേ. വിശ്വാസം നിറയ്ക്കണമേ. സ്നേഹം നിറയ്ക്കണമേ. എളിമ നിറയ്ക്കണമേ. പ്രാർത്ഥന വരങ്ങൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ഓരോ വ്യക്തികളെ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ശാസിക്കാൻ മടിക്കരുത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായം 1-ാം തിരുലിഖിതം, കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്, ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയുമരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിരവധി കുടുംബങ്ങളിലെ പ്രശ്നമാണ് മക്കളെ ശാസിക്കാൻ അവർക്ക് കഴിയുന്നില്ല. നിരവധി മക്കളുടെ വിഷയമാണ്, മക്കൾ മാത്രം മുതിർന്നവരുടെ വിഷയമാണ് വഴക്ക് കേൾക്കാൻ ഇഷ്ടമല്ല. പ്രത്യേക തരത്തിൽ മനുഷ്യൻ്റെ ഈഗോ അങ്ങോട്ട് ശക്തി പ്രാപിച്ചിട്ട് ഇപ്പോൾ ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനോട്, ഒരാൾക്ക് വേറൊരാളെ തിരുത്താൻ പറ്റാത്ത വിധം ഇന്ന് കാര്യങ്ങൾ മാറിപ്പോയിരിക്കുകയാണ്. എന്നാൽ പണ്ട് കാലത്ത് ആയിരുന്നില്ല സ്ഥിതി. ഞാൻ ഇടവകാരി ആയിരിക്കുന്ന സമയത്ത് ഞാൻ ആ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇതാ ചില ആളുകൾ മുണ്ട് മടക്കി കുത്തി തലയിൽ കെട്ടും കെട്ടി റോട്ടിൽ നിൽക്കുകയാണ്. വേറെ ചില ആളുകൾ ഒരു വൈദികൻ കടന്നു പോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് കൊടുക്കുന്ന ആദരവ് കൊടുക്കുന്നത് എൻ്റെ ശ്രദ്ധയപ്പെടുത്തു. എന്നാൽ ചില ആളുകൾക്ക് അതറിയാൻ പാടില്ല. അപ്പോൾ പ്രായമുള്ളവർ ചെറുപ്പക്കാരിങ്ങനെ അനാദരവോടെ നിൽക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരെ തിരുത്തുന്നത് എൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. ഒരു അച്ഛനല്ലേ പോകുന്നത്, ഇടവകയിലെ വികാരി അച്ഛനല്ലേ പോകുന്നത്, എഴുന്നേറ്റ് നിൽക്ക്, ആ മുണ്ടെന്ന് താഴ്ത്തിയിട്ടെ. ആ കാരണവന്മാർ ചെറുപ്പക്കാരെ തിരുത്തുന്നതും ആ ചെറുപ്പക്കാർ ആ തിരുത്തൽ സ്വീകരിക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം മക്കളല്ലെങ്കിലും സമൂഹത്തിലുള്ള ഒരു വ്യക്തി, നാട്ടിലൊരു വ്യക്തി ദൈവത്തിൻ്റെ ആ ഒരു വചനത്തിന് വിപരീതമായി
അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നല്ല നടപ്പിന് വിപരീതമായി പെരുമാറുന്ന സമയത്ത് അത് കാണുന്ന വ്യക്തികൾ, തലയ്ക്ക് മൂത്തവർ ഇളയത്തുങ്ങളെ തിരുത്തുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇടവപ്പള്ളി പോകുമ്പോഴാണെങ്കിലും, സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും, റോട്ടിൽ വെച്ചാണെങ്കിലും, ചായക്കട ചെല്ലുമ്പോഴാണെങ്കിലും ഒരു കുസൃതിതരം കാണിച്ചാൽ തലയ്ക്ക് മുതിർന്നവർ അവിടെ ഉണ്ടെങ്കിൽ ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്ന്, ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് തിരുത്തുമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു മനുഷ്യനും അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നൊരു ചിന്ത ഇന്ന് വെച്ച് പുലർത്തുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്ത് തോന്നിവാസം കാണിച്ചാലും ആ കുട്ടിയെ വിളിച്ച്, അല്ലെങ്കിൽ ആ യുവാവിനെ വിളിച്ച്, അല്ലെങ്കിൽ ആ വ്യക്തിയെ വിളിച്ച് നീ ചെയ്തത് ശരിയല്ല എന്ന് പറയാൻ ഇന്ന് പലർക്കും പറ്റുന്നില്ല. കുടുംബത്തിൽ അപ്പനും അമ്മയ്ക്കും മക്കളോട് ഇങ്ങനെ പറയാനായിട്ട് പല സ്ഥലത്തും തടസ്സങ്ങളുണ്ട്. എന്താണ് ദൈവവചനം ഇതിനെ കുറിച്ച് പറയുന്നത് എന്ന് ഞാനും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എഫേസസ് ലേഖനത്തിൽ 5-ാം അധ്യായം 11-ാം തിരുലിഖിതം, പൗലോസ് ശ്ലീഹായിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് സകല കാലത്തുമുള്ള വിശ്വാസികളെയും ജനങ്ങളെയും ഉത്ബോധിപ്പിക്കുകയാണ്. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തികളിൽ നിങ്ങൾ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. നമ്മൾ പാപം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, നാം തെറ്റ് ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, നാം വിശുദ്ധരായി ജീവിച്ചാൽ മാത്രം പോരാ, മറ്റൊരു ദൗത്യം കൂടി നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. മറ്റൊരു ദൗത്യം കൂടി നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കുറ്റപ്പെടുത്തണം. യുവാവേ, നീ ചെയ്യുന്നത് ശരിയല്ല. യുവതി, നിന്റെ നടപ്പ് ശരിയല്ല. നിന്റെ ട്രാക്ക് തെറ്റിക്കിടക്കുകയാണ്. നിന്റെ ജീവിതം പാളിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ തിരുത്തണം എന്ന് പറയാൻ ഒരു ഉത്സാഹം സമൂഹത്തിൽ തലയ്ക്ക് മുതിർന്നവർ അത് ഏറ്റെടുക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം അഭ്യർത്ഥിക്കുകയാണ്. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവീൻ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവിൻ്റെ ജീവിതത്തിൽ യേശു ഇത് കൃത്യമായി നിർവഹിക്കുന്നത് നാം കാണുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 51 മുതൽ 56 വരെ തിരുലിഖിതങ്ങൾ. യേശു കടന്നു പോകുന്ന ഗ്രാമങ്ങളെ നേരത്തെ ഒരുക്കാൻ വേണ്ടി ശിഷ്യന്മാരെ ഈശോ അയച്ചു. ആ ശിഷ്യന്മാർ സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിച്ചു. എന്നാൽ സമരിയക്കാർ യേശുവിനെ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. ഈ ശിഷ്യന്മാരെ മൈൻഡ് ചെയ്തില്ല, അവർ എതിർത്ത്. അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് വലിയ ദേഷ്യമായി. അവർ യേശു വന്നപ്പോൾ യേശുവിന് പറഞ്ഞു, സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ഇവരെല്ലാം കൂട്ടത്തോടെ ചാമ്പലാക്കാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ കർത്താവേ. യേശുവിനോട് ചോദിക്കുകയാണ്. ദൈവത്തിന് നിരക്കാത്ത സംസാരം സംസാരിച്ച ഉടനെ തന്നെ അവർ പ്രാർത്ഥിച്ചിട്ടില്ല, അഗ്നി ഇറങ്ങിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവത്തിന് നിരക്കാത്ത ഒരു വാക്ക് അവരുടെ വായിൽ നിന്ന് വന്നേ ഉള്ളൂ. യേശു എന്താണ് അവിടെ ചെയ്യണത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 55-ഉം 56-ഉം തിരുലിഖിതങ്ങൾ. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ച് എന്നിട്ട് അവരെയും കൂട്ടി വേറൊരു വഴിക്ക് പോയി. എൻ്റെ ശിഷ്യന്മാരല്ലേ, എന്നെ എതിർത്തവരല്ലേ, അതുകൊണ്ട് അവർക്കെതിരെ പറയുമ്പോൾ സാരില്ല, അത് ഒരു ശൗര്യം കാണിച്ചോട്ടെ. അങ്ങനെ ചിന്തിച്ചില്ല. ഇത് നമ്മുടെ പാർട്ടിയാണ്, ഇത് നമ്മുടെ ആളുകളാണ്, ഇത് നമ്മുടെ സമുദായക്കാരാണ്, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അവർ തെറ്റ് ചെയ്ത് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ശാസിക്കുന്നിടത്ത് ശാസിക്കണം, തിരുത്തേണ്ടടുത്ത് തിരുത്തണം. ഇത് എൻ്റെ മകനല്ലേ, ഇത് എൻ്റെ മകളല്ലേ, ഇത് നമ്മുടെ സമുദായക്കാരല്ലേ, ഇത് നമ്മുടെ പാർട്ടിക്കാരല്ലേ, ചിന്തിക്കരുത്. തിരുത്തേണ്ടടുത്ത് നന്നായി തിരുത്തണം. തെറ്റ് തന്നെയാണ്, തിരുത്തണം. ഇത് വിശുദ്ധ ലിഖിതം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. യേശുവിന്റെ ജീവിതത്തിൽ മറ്റൊരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 33-ാം തിരുലിഖിതത്തിൽ നമുക്ക് കാണാം. യേശു താൻ ആരാണ് എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാരെല്ലാം മറുപടി പറഞ്ഞു. ഉടനെ ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സജീവ പുത്രനായ മിശിഹായാണ് എന്ന് വലിയൊരു വെളിപാട് പത്രോസ് ലീഗ അങ്ങോട്ട് പറഞ്ഞു. ഈശോയ്ക്ക് അത് ഇഷ്ടമായി. ഈശോ പറഞ്ഞു, ശിമയോനെ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്വനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തിയത്. ഇതാ സ്വർഗത്തിൻ്റെ ഭൂമിയുടെ താക്കോൽ ഇതിനെ ഏൽപ്പിക്കും. ഇങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങൾ, പുകഴ്ത്തൽ, നന്മ, അനുഗ്രഹം ഈ പത്രോസ് ലീഗയുടെ മേൽ യേശു പറഞ്ഞു. അത് കഴിഞ്ഞ് യേശുവിൻ്റെ പീഡാനുഭവ പ്രവചനം യേശു ആരംഭിച്ചു. മനുഷ്യപുത്രൻ ജെറുസലേമിലേക്ക് പോകേണ്ടി വരുമെന്നും അവിടെ വെച്ച് എല്ലാവരാലും ഉപദ്രവിക്കപ്പെടുമെന്നും ഉപേക്ഷിക്കപ്പെടുമെന്നും പീഡിപ്പിക്കപ്പെടുമെന്നും കുരിശിൽ തറയ്ക്കപ്പെടുമെന്നും ഇങ്ങനെയുള്ള പീഡാസഹനത്തെക്കുറിച്ചുള്ള പ്രബോധനം യേശു കൊടുക്കാൻ തുടങ്ങി. ഈ സമയം പത്രോസ് ലീഗ യേശുവിനെ മാറ്റി നിർത്തി പറഞ്ഞു, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, ഇതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, ദൈവം കനിയട്ടെ, ഇത് വേണ്ട. ഇങ്ങനെ പത്രോസ് ലീഗ യേശുവിനോട് ഇടപെടാൻ തുടങ്ങി.
ആ സമയം സെക്കൻഡുകൾ പോലും മാറ്റി വെച്ചില്ല. തൽസമയം തൽക്ഷണം യേശു പത്രോസിനെ നേരെ നോക്കി ആ പത്രോസിനെ കണ്ട് ശാസിച്ച് ആ പിശാചിനെ അങ്ങോട്ട് ഒഴിപ്പിക്കുന്ന ഒരു രീതി യേശു എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 33-ാമത്തെ തിരുലിഖിതം. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. യേശു അങ്ങോട്ട് ശാസിക്കുകയാണ്. തൊട്ട് മുമ്പ് യേശു അങ്ങോട്ട് വാനോളം ഉയർത്തി അനുഗ്രഹിച്ച് സന്തോഷത്തോടെ പുകഴ്ത്തി പറഞ്ഞ പത്രോസിനെയാണ് യേശു കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഇങ്ങനെ യേശു ശാസിക്കുന്നത്. അയ്യോ, ഇതെൻ്റെ പത്രോസല്ലേ, ഇതെൻ്റെ അരുമശിഷ്യനല്ലേ, ഇവൻ വലിയ ആള്, അങ്ങനെയൊന്നും യേശു ചിന്തിച്ചിട്ടില്ല. ഉടനെ യേശു അവനെ ശാസിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, പോകൂ. നോക്കി, എത്രയോ കർശനമായിട്ടാണ് തെറ്റ് തിരുത്തുന്ന യേശു പത്രോസിന്റെ തെറ്റുകൾ തിരുത്തി കൊടുക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. യേശു ശാസിക്കുന്ന മറ്റൊരു രംഗം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 13-14 തിരുലിഖിതങ്ങൾ. അവിടെ കുട്ടികളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന മാതാപിതാക്കന്മാർ, യേശു കുട്ടികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മാതാപിതാക്കന്മാർ കൊണ്ടുവരികയാണ്. എന്നാൽ ശിഷ്യന്മാർ അവർ തടഞ്ഞു. അരുത്, അരുത്, കുട്ടികളെ ഇപ്പോൾ ഒന്നും വേണ്ട, ഗുരു വിശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുത്ത് വരുന്നതിൽ നിന്നും ആ കുട്ടികളെ തടഞ്ഞു. ഇത് കണ്ട യേശു എങ്ങനെയാണ് അവരുടെ തെറ്റ് തിരുത്തുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 10-ാം അധ്യായം 13-14 തിരുലിഖിതങ്ങൾ. അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ചുകൊണ്ട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. ആളുകളവിടെ നിൽപ്പുണ്ട്, ജനങ്ങളവിടെ നിൽക്കുന്നുണ്ട്, കുട്ടികളവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ ശിഷ്യന്മാരെ മുഴുവനും യേശു കോപിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുകയാണ്, ശാസിക്കുകയാണ്. തിരുത്തേണ്ടത് സമയത്ത് തന്നെ തിരുത്തണം. നാളെയാകട്ടെ, വൈകുന്നേരമാകട്ടെ, ഒറ്റയ്ക്കാകട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുത്തേണ്ടത് സമയത്ത് തന്നെ തിരുത്തണം. ഇത് ദൈവത്തിൻ്റെ വചനത്തിലും ദൈവപുത്രനായ യേശുവിൻ്റെ ജീവിതത്തിലും നമുക്കായി വിശുദ്ധ ലിഖിതം വെളിപ്പെടുത്തി തരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് ആകാശം ഒന്നും അങ്ങോട്ട് ഇടിഞ്ഞു വീഴിയല. പറയേണ്ടത് പറയണം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം. 1 തിമോത്തിയോസ് 5-ാം അധ്യായം 20-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്. പാപകൃത്യങ്ങളിൽ നിരന്തരം വ്യാപരിക്കുന്നവരെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശകാരിക്കുക. പാപകൃത്യങ്ങളിൽ നിരന്തരം വ്യാപരിക്കുന്നവരെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശകാരിക്കുക. ആ വ്യക്തിയിൽ നിന്ന് തിന്മ ഒഴിഞ്ഞു പോകും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് തിന്മ ഒഴിഞ്ഞു പോകും. ശാസനം, തിരുത്തൽ, ഇത് ജീവിതത്തിൽ നിന്നും തിന്മയെ വേരോടെ പറിച്ചു കളയുന്ന ഒരു ദൈവിക ഇടപെടലാണ് എന്നാണ് വിശുദ്ധ ലിഖിത പ്രകാരം ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകൻ 16-ാം അധ്യായം പഠിപ്പിക്കുകയാണ്, കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ നീ ആഗ്രഹിക്കുന്നത്. ഇത് എങ്ങനെയെങ്കിലും വളർന്നു വരട്ടെ, കാട്ടിലെ മരം വളർന്ന പോലെ വളർന്നു വരട്ടെ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ദൈവത്തിന് നിന്ദ്യരായി നിങ്ങളുടെ കുടുംബത്തിൽ മക്കൾ വളരരുത്. ദൈവത്തിന് നിന്ദ്യരായി നിങ്ങളുടെ കുടുംബത്തിൽ മക്കൾ വളരരുത്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മക്കള് ദൈവത്തിന് പ്രിയങ്കരായി വളർന്നു വരാൻ അവർക്ക് ശാസനം, തിരുത്തൽ അത് ആവശ്യമാണ്. അങ്ങനെ സമയാസമയത്ത് പ്രായത്തിനനുസരിച്ച് ശാസനവും തിരുത്തലും ശിക്ഷണവും കൊടുക്കുന്നില്ലെങ്കിൽ മെരുക്കമില്ലാത്ത കൂളംകുട്ടികളെ പോലെ, മുഖം വെക്കാത്ത കാളക്കുട്ടികളെ പോലെ കുടുംബത്തിൽ ഈ മക്കൾ വളർന്നു വരും, സമൂഹത്തിൽ ഈ പൗരന്മാർ വളർന്നു വരും. അങ്ങനെ വളർന്നു വന്നു കഴിയുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായി മറ്റുള്ളവർക്ക് കണ്ണുനീരും വേദനയുമായിട്ട് രൂപാന്തരപ്പെടും. മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ട ഈ ജീവിതങ്ങൾ മറ്റുള്ള അനേകർക്ക് കണ്ണുനീരും വേദനയും ശാപവും ദുഃഖവും ദുരിതമായി രൂപാന്തരപ്പെടും. അങ്ങനെയുള്ള സമയത്ത് ഈ ജീവിതങ്ങളെ നിയന്ത്രിക്കാൻ സർവശക്തനായ ദൈവത്തിൻ്റെ ക്രമീകരണങ്ങളെ, ദൈവത്തിൻ്റെ ഇടപെടലുകളെ ലോകത്തിൽ നൽകേണ്ടി വരും. മാരകവ്യാധികളും വലിയ കുടുംബ പ്രശ്നങ്ങളും എടുത്താ പൊങ്ങാത്ത ജീവിത ക്ലേശങ്ങളും എല്ലാം കൊടുത്ത് മുഖം വെച്ച് മെരുക്കിയ കാളക്കുട്ടികളെ പോലെ ആക്കി മാറ്റാൻ ദൈവം ഇടപെടുന്ന കാലങ്ങളും സമയങ്ങളും വരുന്നതിന് മുമ്പ് നാം തന്നെ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും തിരുത്തി ശാസിച്ച്
ദൈവത്തിന് പ്രിയങ്കരരായി നടത്തുകയാണ് നല്ലത്. ജെറമിയ പ്രവചനത്തിൽ ഒരു ജനത ശിക്ഷണമേൽക്കാതെ വളർന്നു വന്നതിൻ്റെ വേദന പിന്നീട് ദൈവം തിരുത്തിയപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ ജനത ആ വേദന ഏറ്റു പറയുന്നത് ജെറമിയ 31-ാം അധ്യായത്തിൽ 18-ാം തിരുലിഖിതത്തിൽ നാം വായിക്കുന്നുണ്ട്. എഫ്രായിം ഇപ്രകാരം വിലപിക്കുന്നത് ഞാൻ കേട്ടു, അങ്ങ് എന്നെ ശിക്ഷിച്ചു, നുകം വെക്കാത്ത കാളക്കുട്ടിക്കെന്ന പോലെ അവിടുന്ന് എനിക്ക് ശിക്ഷണം നൽകി. എന്നെ തിരികെ കൊണ്ടുവരണമേ, മടങ്ങി വരാൻ എന്നെ ശക്തനാക്കണമേ. അവിടുന്നാണല്ലോ എൻ്റെ ദൈവമായ കർത്താവ്. എനിക്ക് വഴിതെറ്റിപ്പോയി, ഇപ്പോൾ ഞാൻ അനുതപിക്കുന്നു. തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറത്തടിച്ചു കരഞ്ഞു, ഞാൻ ലജ്ജിച്ചു തല താഴ്ത്തി. യൗവനത്തിലെ അവമാന ഭാരം ഞാൻ ഇപ്പോഴും വഹിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ജനത നിലവിളിക്കുകയാണ്. ഞാൻ മുഖം വെക്കാത്ത കാളക്കുട്ടിയെ പോലെ വളർന്നു, ഞാൻ മെരുക്കമില്ലാത്ത കൂളംകുട്ടിയെ പോലെ ആയിരുന്നു. ദൈവമേ, ഇപ്പോഴെങ്കിലും തിരിച്ചു വരാൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് മാറത്തടിച്ച് പൊട്ടിക്കരയുന്ന ഒരു ജനതയെക്കുറിച്ച് ജെറമ്യ 31-ാം അധ്യായം പഠിപ്പിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 5-ാം തിരുലിഖിതം. ഭോഷൻ തൻ്റെ പിതാവിൻ്റെ ഉപദേശത്തെ പുച്ഛിച്ചു തള്ളുന്നു, വിവേകിയാകട്ടെ ശാസനം ആദരിക്കുന്നു. ഈ വചനം കേൾക്കുന്ന മക്കളെ, ഈ വചനം കേൾക്കുന്ന കുടുംബാംഗങ്ങളെ, ഈ വചനത്തിൽ ഇന്ന് ഓരോരുത്തരെയും ദൈവം തൊട്ട് വിളിക്കുകയാണ്. നീ ദൈവത്തിൻ്റെ ഒരു പൈതലാണോ? നീ ശാസനത്തെ ആദരിക്കണം. അത് സ്വീകരിച്ചാൽ മാത്രം പോരാ, ആദരിക്കണം. അതിനെ നീ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് താലോലിച്ച് അങ്ങോട്ട് സ്വീകരിക്കണം. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മൂത്ത ചേട്ടൻ, എൻ്റെ മൂത്ത ചേച്ചി എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഇടവക വികാരിയച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ ശാസനത്തെ ആദരിക്കണം. ബഹുമാനപൂർവം അതിനോട് ഇടപെടുന്നതാണ് ആദരവ്. നീ ആദരിക്കണം. ദൈവത്തിൻ്റെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, നീ ശാസനത്തെ ആദരിക്കണം. 2 കരങ്ങളും നന്നായിട്ട് ഉയർത്താം. എല്ലാ ഭോഷ്കും, എല്ലാ വഷളത്വവും, എല്ലാ മൂഢതയും ജീവിതങ്ങളിൽ നിന്ന് കർത്താവെ കഴുകണമേ. ഓ, മെരുക്കമില്ലാത്ത കൂളംകുട്ടിയെ പോലെ, നുകം വെക്കാത്ത കാളക്കുട്ടിയെ പോലെ ഞാൻ വളർന്നു. ദൈവമേ, തിരിച്ചു വരാൻ എന്നെ അനുഗ്രഹിക്കണമേ. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ജീവിതത്തിൽ ശാസനം, തിരുത്തൽ ഇത് സ്വീകരിക്കാൻ ഇഷ്ടമില്ലാതെ ഈഗോ വീർത്തിരിക്കുന്ന ഓരോ ജീവിതങ്ങളിൽ നിന്ന് അഹങ്കാരത്തിന്റെയും തന്നിഷ്ടത്തിന്റെയും ഏകാധിപത്യ സ്വഭാവത്തിന്റെയും വിമത സ്വഭാവത്തിന്റെ എല്ലാ അരൂപികളും ദുർപീഡകളും ദുഷ്ടപീഡകളും ദുരാത്മപീഡകളും എല്ലാ കുടുംബത്തിൽ നിന്നും ജീവിതങ്ങളിൽ നിന്നും വിട്ടുമാറി പോട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. കൃപ നിറയ്ക്കണമേ, അനുസരണ നിറയ്ക്കണമേ, പിറവി നൽകണമേ, വിനയം നൽകണമേ, വിധേയത്വം നൽകണമേ, ജ്ഞാനം നൽകണമേ, തെളിവ് നൽകണമേ. ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രഭാഷകൻ 16-ാം അധ്യായം 1-ാം തിരുലിഖിതം. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ നീ ആഗ്രഹിക്കരുത്. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. ശാസിക്കാൻ മടിക്കരുത്. ഈ കാലഘട്ടത്തിൽ കർത്താവ് ഓരോ കുടുംബങ്ങൾക്ക് നൽകുന്ന ദൗത്യമാണത്. സുഭാഷിതങ്ങൾ 20-ാം അധ്യായം 30-ാം തിരുലിഖിതം. മുറിപ്പെടുത്തുന്ന താടനങ്ങൾ ദുശീലങ്ങളെ നിർമാർജനം ചെയ്യുന്നു. കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു. വലിയ ഒരു ധ്യാനം കൂടുന്നതിനേക്കാൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അന്ധകാരങ്ങളും തിന്മകളും ദുഷ്ടാരൂപി പീഡകളെല്ലാം വിട്ടുപോകാൻ ഒരു ശാസനം കാരണമായി തീരും. ഈ സമയം 2 കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി പിടിക്കാം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഏത് അവസ്ഥയിലാണ് ആ അവസ്ഥയിൽ യേശുവിനെ വിളിക്കണം. രോഗികൾ രോഗാവസ്ഥ യേശുവിനെ വിളിക്കട്ടെ, കുട്ടികൾ യേശുവിനെ വിളിക്കട്ടെ. ജീവിതത്തിൽ നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ എത്താൻ വേണ്ട വഴികൾ ഈ സമയം ഈശോ പരിശുദ്ധാത്മാനയച്ച് ജ്ഞാനമായി കൃപയായി നമ്മുടെ അന്തരംഗത്തിലേക്ക് നിറയ്ക്കും. ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കുടുംബങ്ങളിലേക്ക് കൃപയായി നിറയണമേ, അഭിഷേകമായി നിറയണമേ, ജ്ഞാനമായി നിറയണമേ, സൗഖ്യമായി നിറയണമേ. Hallelujah, Maranatha. Come, Lord Jesus.